ഓപ്പറേഷൻ തൂഫാന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച കെ സുധാകരൻ രംഗത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ അത് കോൺഗ്രസ് പാർട്ടിക്ക് തലക്കിട്ട് കിട്ടുന്ന ഒരു അടിയാണത്. കോൺഗ്രസ് പാർട്ടിയും DCC അംഗങ്ങളൊന്നും പ്രതീക്ഷിച്ച പോലുമില്ല. DCC പോലും അറിയാതെയാണ് കെ സുധാകരൻ 2 ദിവസം മുമ്പ് ഗുണ്ടാ നേതാക്കളുമായിട്ട് ഒരു ഗൂഢാലോചന നടന്നത്. സംഭവം കൊച്ചിയിൽ വെച്ചിട്ട് സകല ഗുണ്ടാ നേതാക്കളും, അതായത് പ്രമുഖ കേസുകളിൽ വെടിവെപ്പ് കേസും കൊലക്കേസും എന്നുവേണ്ട സകല ലൊട്ടിലൊടുക്ക് കേസിലെ ഗുണ്ടകളെ എല്ലാവരെയും നിരത്തി നിർത്തി സംഘടനകളായിട്ട് കൂട്ടി യോജിപ്പിച്ച് ഓപ്പറേഷൻ തൂഫാനിലെ വാരിയേഴ്സ് ആയിട്ട് അവരെ കൊണ്ടുവന്നാൽ മാത്രമാണ് മുള്ളിനെ മുള്ളുകൊണ്ട് എടുത്താലാണ് ഇനി ശരിയാകുള്ളൂ എന്നൊരു ടാഗ് ലൈൻ കൊണ്ടാണ് കെ സുധാകരൻ എന്ത് ചെയ്തത്? സകല ഗുണ്ടാ നേതാക്കളുമായിട്ട് ഒരു ഗൂഢാലോചന എറണാകുളത്ത് നടത്തിയത്. സംഭവം അതീവ രഹസ്യമായിട്ട് നടത്തിയതാണെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ സ്പ്രെഡ് ചെയ്തു. എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ നമുക്ക് തോന്നുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗുണ്ടകളിലായിട്ട് വന്ന ആരെങ്കിലും ഒരാൾ ചിലപ്പോൾ വീഡിയോ എടുത്ത് ചിലപ്പോൾ പ്രചരിപ്പിച്ചതാകാം. എന്ത് തന്നെ ആകട്ടെ, പക്ഷേ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളും വാർത്തകളും ഒക്കെ നിറഞ്ഞിരിക്കുകയാണ് കെ സുധാകരന്റെ ഗുണ്ടകളുമായിട്ടുള്ള ഗൂഢാലോചന. ഈ സംഭവം അറിഞ്ഞ ശേഷം DCC ഉടനെ തന്നെ പറഞ്ഞത് ഞങ്ങളുടെ അറിവോടുകൂടിയല്ല. അതായത് പല ഗുണ്ടാ നേതാക്കൾ, നമുക്ക് ഗുണ്ടാ നേതാക്കളുടെ പേരൊന്ന് പരിശോധിച്ചിട്ട് വരാം. മട്ടാഞ്ചേരി ഹാരിസ്, തോക്ക് കേസ് പ്രതി റിയാസ്, പുലി നസീർ, ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിലെ പ്രതി ബിലാൽ തുടങ്ങി ക്രിമിനൽ കേസ് പ്രതികളും മുൻ ഗുണ്ടാ നേതാക്കളുമാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്. ഇവരായിട്ടുള്ള ഈ ഗൂഢാലോചന പോലും DCC പ്രസിഡന്റോ അല്ലെങ്കിൽ DCCയോ കോൺഗ്രസോ ഒന്നും തന്നെ അറിഞ്ഞിട്ടില്ല. ഇത് കെ സുധാകരൻ സ്വമേധ അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം നടത്തിയ ഒരു ഗൂഢാലോചനയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാം പോകട്ടെ, നമ്മുടെ രമേശ് ചെന്നിത്തല, ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തല ഇതിനെ കുറിച്ച് സംസാരിച്ചത് ഇങ്ങനെയാണ്: ഓപ്പറേഷൻ തൂഫാന്റെ എന്തെങ്കിലും ഒരു മീറ്റിംഗ് നടക്കുന്നെങ്കിൽ ഞാനും പോലീസുകാരനും തമ്മിലാണ്, അല്ലാതെ ഗുണ്ടകളായിട്ടല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ശരിക്കും കെ സുധാകരൻ രമേശ് ചെന്നിത്തലയ്ക്ക് ഇട്ട് പണിയാനുള്ള പണിയാണോ പണിതേന്നാണ് ഇനി നമുക്ക് അറിയാനുള്ളത്. എന്ത് തന്നെയാണെങ്കിലും കോൺഗ്രസും UDFും അതുപോലെ ഈ ഓപ്പറേഷൻ തൂഫാനിലെ മറ്റംഗങ്ങളും എല്ലാം നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ആഭ്യന്തര വകുപ്പ് അങ്ങനെ യോഗം കൂടുമെന്ന്? എനിക്കറിയില്ല. ആരുടെ യോഗമാണെന്ന് പറയില്ല, ആര് വിളിച്ചെന്നും അറിയില്ല. ഓപ്പറേഷൻ തൂഫാന്റെ യോഗം വിളിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്, അല്ലാണ്ട് വേറൊരു യോഗം ആരും വിളിക്കില്ല. അതൊക്കെ ഔദ്യോഗികമായി പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ അറിഞ്ഞ് ഞങ്ങൾ യോഗം വിളിക്കാറുള്ളൂ. ഈ യോഗത്തെ പറ്റി എനിക്കറിയില്ല, ആര് വിളിച്ചു എന്നറിയില്ല, ആര് പങ്കെടുത്തു എന്നറിയില്ല. അതുപോലെ ഏതായാലും ആ യോഗമൊന്നും ഓപ്പറേഷൻ തൂഫാന്റെ തലയെ കെട്ടിവെക്കണ്ട. ഓപ്പറേഷൻ തൂഫാനെ തകർക്കാൻ ആര് വിചാരിച്ചാലും നടക്കില്ല. ഞങ്ങൾ ശക്തമായി തന്നെ മുന്നോട്ട് പോകും. അത് എനിക്കറിയില്ല, നിങ്ങളെ ഇതൊക്കെ പറയുന്നത് എനിക്കറിയില്ല. ഇതൊന്നും ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഞങ്ങൾക്കറിയില്ല. അത് ഞങ്ങളുടെ സർക്കാരിന്റെ പരിപാടിയുടെ ഭാഗമായിട്ട് എങ്ങനെ മാറുന്നത്? നിങ്ങളെങ്ങനെ അങ്ങനെ ചോദിക്കുന്നത്? ശരിയാണോ? സർക്കാരിന്റെ ഭാഗമായ ഗവൺമെന്റ് പരിപാടിയാണത്. അതെങ്ങനെ ആർക്കെങ്കിലും വിളിക്കാൻ പറ്റുമോ? അതിന് പോലീസ് വേണ്ടേ, SP വേണ്ടേ, കമ്മീഷണർ വേണ്ടേ? അതൊന്നുമില്ലാതെ ആരെങ്കിലും എവിടെങ്കിലും യോഗം വിളിച്ചാൽ തൂഫാന്റെ യോഗമാവുക? ദയവായി അങ്ങനെയുള്ള വാർത്തകൾ നിങ്ങൾ കൊടുക്കരുത്. ശരിയല്ല, ഒരാവശ്യമില്ല. എന്താ ആരെല്ലാം എവിടെയെല്ലാം യോഗം ചേർന്ന് ഞങ്ങളെന്താന്ന് വിളിക്കുന്നു? ഞാൻ ഒരിക്കലും അങ്ങനെ വിളിച്ചിട്ടില്ല, ആരും വിളിക്കത്തില്ല, ആരും അങ്ങനെ വിളിക്കാൻ അനുവദിക്കത്തുമില്ല. അത് പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് യോഗം വിളിക്കുന്നത്. അത് നിങ്ങൾ വെറുതെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഒരു പ്രവൃത്തികളെ കൈയൊഴിഞ്ഞിരിക്കുകയാണ്. കാരണം ഒരു തരത്തിലും ഇതുപോലത്തുള്ള പ്രവൃത്തികൾ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുകയില്ല എന്നാണ് അവർ ഏകസ്വരത്തിൽ പറയുന്നത്. കൊച്ചിയിൽ കൂട്ടായ്മ നടന്നു. സംസ്ഥാന സർക്കാർ പരിശ്രമങ്ങളുടെ ഭാഗമാകാൻ യോഗത്തിൽ കെ സുധാകരൻ ആവശ്യപ്പെട്ടു എന്നാണ് ഗുണ്ടകൾ പറയുന്നത്. യോഗത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചതിന് പിന്നെയാണ് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ തന്നെ വലിയൊരു വിമർശനത്തിൽ ഇത് വഴിയൊരുക്കിയത്. നമ്മൾ പറഞ്ഞു, അതീവ രഹസ്യമായിട്ട് കൊച്ചിയിൽ നടന്ന ഈ യോഗം എങ്ങനെ പുറത്തു വന്നുവെന്ന് ചോദിച്ചു കഴിഞ്ഞ കൂട്ടത്തിൽ തന്നെ ഒറ്റുകാരുണ്ടെന്നാണ് നമുക്ക് പറയാൻ കഴിയുക. മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കാൻ പോയതില്ല, അതിൽ ഏതെങ്കിലും ഒരു മുള്ളു നല്ലോണം കുത്തി എന്ന് കെ സുധാകരൻ വിചാരിച്ചാൽ മതി എന്നാണ് തൽക്കാലം നമുക്ക് പറയാനുള്ളത്. കാരണം ഇത്രയും വലിയ ഓപ്പറേഷൻ തൂഫാൻ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത്, പെരുമ്പാവൂരിലേക്ക് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തല പെരുമ്പാവൂരിലേക്ക് പോവുകയാണ്. പെരുമ്പാവൂർ ലഹരി വിമുക്തമാക്കണമെന്നും പെരുമ്പാവൂർ തുടച്ചു മാറ്റപ്പെടണമെന്നും ബംഗാളികളും, അതുപോലെ ബംഗാളികളല്ല യഥാർത്ഥത്തിൽ അവിടെ കുടിയേറി പാർത്തിരിക്കുന്നത്, നമ്മൾ ഇന്നലെ തന്നെ കണ്ടതാണ്. വ്യാജ ID കാർഡ് ബംഗ്ലാദേശിൽ നിന്നും റോഹിംഗ്യയിൽ നിന്നും വരുന്ന തീവ്രവാദികൾക്ക് വ്യാജ ID കാർഡും പാസ്പോർട്ടും റേഷൻ കാർഡും വരെ കൊടുക്കുന്ന അല്ലെങ്കിൽ നിർമ്മിച്ചു കൊടുക്കുന്ന
ഒരു ഗ്യാങ് തന്നെ നമ്മുടെ കേരളത്തിൽ അങ്ങിങ്ങായിട്ട് നിൽക്കുന്നുണ്ട്. ഇതൊരു വലിയൊരു ഗ്യാങ് തന്നെയാണ്, മറ്റൊരു തീവ്രവാദത്തിന് ബന്ധമുള്ള ഒരു ഗ്യാങ് തന്നെയാണ്. ഇവർ തന്നെയാണ് ഇവിടെ പെരുമ്പാവൂരിലും വന്നിട്ട് ഇവിടെ എല്ലാം വിൽക്കുമെന്ന് ഒരു ബംഗാളി നല്ല അന്യസംസ്ഥാന തൊഴിലാളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബംഗാൾ ഭയങ്കര ഫേമസ് ആണ്, ഇവിടെ എന്തും കിട്ടും, പെണ്ണിനെയും കിട്ടും, അതുപോലെ ലഹരിയും കിട്ടും, ആരെ വേണമെങ്കിലും ഇവിടെ കിട്ടും, ഭയങ്കര ഫേമസ് ആണെന്നാണ് ഒരു മാധ്യമത്തിന് മുന്നിൽ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും പറയാൻ ഒരു ധൈര്യം ഇവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇവരുടെ ആലോചിക്കണം, കുടിയേറി പാർത്തവരാണ്. അതായത് അവിടെയുള്ള നാട്ടുകാർക്ക് പോലും പൊതുശല്യമായിരിക്കുകയാണ് പെരുമ്പാവൂരില്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഓപ്പറേഷൻ തൂഫാന്റെ ആവശ്യകത എന്താണെന്നുള്ളത് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നതാണ്. പലതരത്തിലും പെരുമ്പാവൂരിൽ നിന്ന് പല രീതിയിലുള്ള ലഹരി കച്ചവടം നടത്തുന്നവരെയൊക്കെ പൂട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഒരു മറു സംഭവം ഉണ്ടായിക്കാൻ, അതായത് ഗുണ്ടകളുടെയൊക്കെ ഒരു കൂട്ടുപിടിച്ചിങ്ങനെ പോയിക്കാൻ ഓപ്പറേഷൻ തൂഫാന്റെ ഒരു ശോഭ തന്നെ കെട്ടുപോകുന്ന രീതിയിലാകും. കാരണം പോലീസ് നിൽക്കുമ്പോൾ എന്തിനാണ് ഗുണ്ടകളുടെ കാര്യം? അല്ലെങ്കിൽ ഗുണ്ടകളെ വിശുദ്ധമാരാക്കാൻ വേണ്ടിയിട്ടുള്ള കെ സുധാകരന്റെ തന്ത്രമാണോ അതോ ഓപ്പറേഷൻ തുഫാൻ എന്ന ഒരു രമേശ് ചെന്നിത്തലയുടെ ഒരു പദ്ധതി തന്നെ പൊളിച്ചടുക്കി കൊടുക്കാനുള്ള തന്ത്രമാണോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. എന്ത് തന്നെയാണെങ്കിലും കെ സുധാകരൻ കഴിഞ്ഞ ഇലക്ഷന്റെ സമയത്താണെങ്കിൽ ഒന്ന് ഇടഞ്ഞു നിൽക്കുകയായിരുന്നു. കണ്ണൂർ MP ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. MP സ്ഥാനത്ത് ഇരിക്കെ തന്നെ അദ്ദേഹത്തിന് ഇലക്ഷൻ മത്സരിക്കണമെന്ന് ആദ്യമേ ആഗ്രഹം ഉണ്ടായിരുന്നു. അതും പറഞ്ഞ് തെറ്റി കുറച്ച് ലേശം വഴക്കൊക്കെ ആയിരുന്നിട്ട് കെ സുധാകരനെ രമ്യതയിലേക്ക് കൊണ്ടുവന്നത് നമ്മുടെ ഇപ്പോഴുള്ള നേതാക്കൾ തന്നെയാണ്. പക്ഷെ ആ നേതാക്കൾക്ക് തന്നെ പാരയായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഈ കെ സുധാകരൻ ഇത്തരം ഒരു പ്രവർത്തികൾ. എന്ത് തന്നെയാണെങ്കിലും ഓപ്പറേഷൻ തൂഫാൻ മറുവശത്ത് നല്ല തകൃതിയായിട്ട് സക്സസ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ പുഴുക്കുത്ത എന്ന രീതിക്കാണ് ഇപ്പോൾ ഗുണ്ടകളുടെ ഈ ഒരു ഗൂഢാലോചന തന്നെ നടന്നിരിക്കുന്നത്. തന്നെയാണെങ്കിലും ഈ സംഭവം അന്വേഷിക്കണമെന്നാണ് തന്നെയാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാരെല്ലാം പറയുന്നത്. കോൺഗ്രസിലെ മുതിർന്ന നേതാവ് ക്രിമിനൽ കേസ് പശ്ചാത്തലം ഉള്ളവർക്കൊപ്പം എത്തിയത് എന്തിനാണെന്നൊരു ചോദ്യം തന്നെ ഉയർന്നു വന്നിരിക്കുകയാണ്. യോഗം ചേർന്നത് പാർട്ടിയുടെ അറിവോടെ അല്ലെന്നാണ് പാർട്ടി തന്നെ കെ സുധാകരനെ പിന്തള്ളിയ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എറണാകുളം DCCയുടെ വിശദീകരണം, ഇത്തരമൊരു യോഗം കൊച്ചിയിൽ വിളിച്ചു ചേർക്കുന്നതിന് മുമ്പോ ശേഷമോ പാർട്ടിയുമായി ഒരു കൂടിയാലോചനയും നടത്തിയിട്ടില്ല എന്നാണ് കെ സുധാകരൻ അറിയിച്ചിട്ട് പോലും ഇല്ലെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഔദ്യോഗികമായി വിളിച്ചു ചേർത്ത യോഗമായിരുന്നില്ലെന്നും തികച്ചും അനൗദ്യോഗികമായിരുന്നു എന്നാണ് സുധാകരനോട് അടുത്ത വൃത്തങ്ങളുടെ പ്രതികരണം. ഇനി അനൗദ്യോഗികമോ ഔദ്യോഗികമോ എന്നൊന്നും അല്ല ഇവിടെയുള്ള വിഷയം. എന്ത് തന്നെയാണെങ്കിലും ഗുണ്ടകളുമായിട്ടുള്ള ഇത്തരം ഒരു ഗൂഢാലോചന തന്നെ തെറ്റ് തന്നെയാണ്. കാരണം പോലീസും ആഭ്യന്തര വകുപ്പും കൈയാളുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഈ ഒരു പദ്ധതി വാരിയസ് ആയിട്ട് പല നടന്മാരെ തന്നെ എടുത്ത ഈ ഒരു സാഹചര്യത്തിൽ അങ്ങേയറ്റം ക്രിമിനൽ പശ്ചാത്തലമുള്ള ഗുണ്ടകളെയൊക്കെ ഇതിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്ന കെ സുധാകരനെ പോലെയുള്ള നേതാക്കളെ ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ UDF രക്ഷപ്പെടുമെന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം എപ്പോഴൊക്കെ പാർട്ടിയിൽ വിഭിന്നത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കെ സുധാകരൻ ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പൊ മുൻപാണെങ്കിലും പിൻപാണെങ്കിലും ഇപ്പോഴാണെങ്കിലും അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും കോൺഗ്രസ് എന്നൊരു പാർട്ടിക്ക് ഐക്യം വളരെ കുറവാണ്. അതിന് ഏറ്റവും വലിയ സൂചനയാണ് ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഓപ്പറേഷൻ തൂഫാനെ ചൊല്ലി കെ സുധാകരനെ ചൊല്ലി എന്തൊക്കെയാണ് പാർട്ടിയിൽ കോലാഹലവും കലഹവും സംഭവിക്കാൻ പോകുന്നത് കണ്ടു തന്നെ അറിയാം.